To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്റർ തുടങ്ങി ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പാർട്ടിൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സായ സ്ട്രക്ചറും ഫംഗ്ഷനും ഡിസ്കസ് ചെയ്തു. ആ ഫംഗ്ഷൻ ആണ് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു നിലനിൽപ്പ്. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയാണ്. അതുകൂടാതെ ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ് ഇതെല്ലാം അവിടെ ആവശ്യമുണ്ട്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഘടകങ്ങൾ പരിശോധിക്കാം. പ്രൊഡക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇന്ന് നമുക്ക് മറ്റുള്ള ഫങ്ഷൻസ് പഠിക്കാം. പ്രൊഡക്ടിവിറ്റി കഴിഞ്ഞു വരുന്നത് ഡീകമ്പോസിഷൻ ആണ്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വലിയ സബ്സ്റ്റൻസസ്, ഇപ്പം നമ്മളൊരു ഫ്രൂട്ട് എന്തെങ്കിലും കഴിച്ചു, അതിൻ്റെ പീല് നമ്മൾ പുറത്തോട്ട് എറിയുകയാണ്. ഒരു പഴത്തൊലിയോ ആകാം, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പീലാകാം, നമ്മൾ പുറത്തെറിയും. ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ, നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഇപ്പോൾ മഴയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അത് സംഭവിക്കും. അപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ദ്രവിച്ച് മണ്ണിനോട് ചേരുന്നത് പോലെ തോന്നും അല്ലേ? ആ ഇട്ട പോലെ കാണുന്നില്ല, കുറച്ച് ദ്രവിച്ചിരിക്കും. മേ ബി ഒരു മാസം 1.5 മാസം കഴിഞ്ഞ് നോക്കിയാൽ അത് കാണുക പോലും ഇല്ല. കാരണം അത് മണ്ണിൽ കംപ്ലീറ്റ് ആയിട്ട് ലയിച്ച് ചേരും. അപ്പോൾ ഇങ്ങനെ അതിനെ വിഘടിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ. അപ്പോൾ ഈ ഡീകമ്പോസിഷന് ആദ്യമായിട്ട് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? അതൊരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ സഹായത്തോടെ നടക്കുന്ന പ്രോസസ്സാണ്. ആ ഏത് സബ്സ്റ്റൻസിലാണോ ഡീകമ്പോസിഷൻ നടക്കുന്നത്, നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡെട്രിറ്റസ്. അപ്പോൾ ഡെട്രിറ്റസിൽ എന്തൊക്കെ വരാം? മരത്തിൽ നിന്ന് വീഴുന്ന ഇലകളാകാം, ചെറിയ ചില്ലകളാകാം, അഴുകിയ ഫ്രൂട്ട്സ് ആകാം, അല്ലെങ്കിൽ ആനിമൽസ്, ബേർഡ്സ് ഒക്കെ ചത്തുപോയാൽ അതിൻ്റെ ഡെഡ് ബോഡി ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ലീവ്സ് ആകാം, പിന്നെ എക്സ്ക്രീറ്റ ഓഫ് ആനിമൽസിൻ്റെയൊക്കെ വിസർജ്യങ്ങളും എല്ലാം മണ്ണിൽ കിടക്കുന്ന ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എല്ലാം കൂടി നമുക്ക് എന്ത് പറയാം? ഡെട്രിറ്റസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർത്താൽ മനസ്സിലാകും, ഒരു ഫോറസ്റ്റിൻ്റെ കാടിൻ്റെ ഫ്ലോറിൽ എങ്ങനെയായിരിക്കും? നിറച്ച് ഡെട്രിറ്റസ് ഉണ്ടല്ലോ, ഒത്തിരി ഇലകളും ട്വിക്സും ഇതെല്ലാം ഉണ്ട്. അവിടെ കുറേ ജീവികളുണ്ട്. ആരൊക്കെയാണത്? എർത്ത് വേംസ്, മൈറ്റ്സ്, ചിതല് പോലുള്ള മൈറ്റ്സ്, പിന്നെ സെന്റിപീഡ്, മില്ലിപീഡ്, അട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഡെട്രിറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അവരെ നമ്മൾ പറയുന്ന പേരാണ് ഡെട്രിറ്റിവോസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡെട്രിറ്റിവോർ എന്ന് പറയുന്നത് എർത്ത് വേം, നമ്മുടെ മണ്ണിര തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മണ്ണിര ഫാർമറുടെ കൂട്ടുകാരനാണ്, അല്ലെ? കർഷകന്റെ കൂട്ടുകാരനാണ്. എന്തുകൊണ്ടാണ്? ഈ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂടുകയാണ്. അപ്പോൾ അതിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ മണ്ണിരയെ ഫാർമറുടെ ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കൂടുതലും മണ്ണിരയുള്ള ഒരു മണ്ണെന്ന് പറയുന്നത് കൂടുതൽ ഫലഭൂയിഷ്ടമായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് 9ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെർമി കമ്പോസ്റ്റ്. അതായത് കമ്പോസ്റ്റിൽ തന്നെ നമ്മൾ മണ്ണിര വളർത്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? അതൊരു ഡെട്രിറ്റിവോറാണ്. ഡെട്രിറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്തിനാണ് ഈ ഡെട്രിറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? കാരണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംഗൈ തുടങ്ങിയവയാണ്. അവയെല്ലാം അവരുടെ എൻസൈം ഉപയോഗിച്ചാണ് ഈ വലിയ വസ്തുക്കളെ വിഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിയ പദാർത്ഥങ്ങളിൽ ആക്ട് ചെയ്യാനായിട്ട് ആ ചെറിയ അളവിലുള്ള എൻസൈമിന് കഴിയില്ല. അപ്പോൾ അത് ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആയാൽ എന്താണ്? എൻസൈം ആക്ഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഡെട്രിറ്റിവോസ്, മണ്ണിര പോലുള്ള ഡെട്രിറ്റിവോസ് അതിനെ വിഘടിപ്പിച്ച് ചെറിയ പാർട്ടിക്കിൾ ആക്കിയാൽ പിന്നെ മറ്റേ മൈക്രോ ഓർഗാനിസത്തിന്റെ ജോലി എളുപ്പമാകും. അപ്പോൾ ഡീകമ്പോസിഷൻ കുറച്ചൊരു വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഡീകമ്പോസിഷന് 5 സ്റ്റെപ്പാണുള്ളത്. അത് ഓർമ്മിച്ചിരിക്കാൻ ഞാനിവിടെ ഒരു നിമോണിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാദർ ലൈക്സ് ദ ക്യാറ്റ് ഹൈഡിങ് ഇൻ ദ മൈൻ. അപ്പോൾ ഇവിടെ ഫാദറിലെ എഫ് ഉദ്ദേശിക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ എന്ന സ്റ്റെപ്പാണ്. ലൈക്സിലെ L ലീച്ചിങ്, കാറ്റ് ഫോർ കാറ്റാബോളിസം, H ഫോർ ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മൈൻ ഫോർ മിനറലൈസേഷൻ. അപ്പോൾ 5 സ്റ്റെപ്പാണ്. നമുക്ക് ഒന്നുകൂടി പറയാം: ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റാബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. ഇതിൽ ആദ്യത്തേതാണ് ഫ്രാഗ്മെന്റേഷൻ. ഇവിടെ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വലിയൊരു പദാർത്ഥത്തെ ഫ്രാഗ്മെന്റ് ചെയ്യുന്നു, ചെറിയ ചെറിയ പാർട്ടിക്കിളായിട്ട് മാറ്റുന്നു. അപ്പോൾ ഡെട്രിറ്റിവോസ്, ഞാനിപ്പോൾ പറഞ്ഞ മണ്ണിര പോലുള്ള ഡെട്രിറ്റിവോസ് ഈ ഡെട്രിറ്റസിനെ, മണ്ണിൽ വീണ് കിടക്കുന്ന വലിയ പദാർത്ഥങ്ങളെ എന്താക്കി മാറ്റുന്നു? സ്മോളർ പാർട്ടിക്കിൾസ്. ആ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. അതാണ് നമ്മുടെ ഡീകമ്പോസിഷനിലെ ആദ്യത്തെ സ്റ്റെപ്പ്. വളരെ സിമ്പിളാണ് അല്ലേ? ഇനി അതോടൊപ്പം തന്നെ ലീച്ചിങ് എന്നൊരു പ്രക്രിയ കൂടി നടക്കുന്നുണ്ട്. അതായത് ഈ മണ്ണിരയൊക്കെ ഇതിനെ വിഘടിക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളവും ഒക്കെ ഉള്ള ഒരു കണ്ടീഷനിലായിരിക്കുമല്ലോ കൂടുതലും മണ്ണിരയൊക്കെ കാണുന്നത്. നമ്മൾ ഡ്രൈ സോയിലൊന്നും മണ്ണിരയൊന്നും കാണാറില്ല അല്ലേ? അപ്പോൾ കുറച്ച് മോയിസ്റ്റായിട്ട് വെള്ളമൊക്കെ ഉള്ള മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വിഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തുനിന്ന് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടാകും.
അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് ഇനോർഗാനിക് വ്യക്തമായി അറിയാമെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ഫോമിൽ മനസ്സിലാക്കാനാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജീവനുള്ള വസ്തുക്കളുടെ ശരീരത്തിൽ കാണുന്നതിനെല്ലാം നമ്മൾ ഓർഗാനിക് എന്നാണ് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ് എടുത്താൽ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഉണ്ടാകും. അപ്പോൾ അതെന്താണ്? ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ അതേ കാർബണും ഓക്സിജനും ഹൈഡ്രജനും വാതകങ്ങളായിട്ട് പുറത്ത് അന്തരീക്ഷത്തിലും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? കാർബൺ വാതകമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിൽ കാണും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഓർഗാനിക്. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ആകുമ്പോൾ എന്താണ്? അത് ഇൻഓർഗാനിക് അല്ലേ. അപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ ബോഡിയിലാണെങ്കിൽ ഓർഗാനിക്കും, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ക്രസ്റ്റിലൊക്കെ കാണുമ്പോൾ ഇതിനെ ഇനോർഗാനിക് എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഇതിലെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്ത് ചെയ്യും? ഇനോർഗാനിക് ആയിട്ടുള്ള സോൾസ് ഉണ്ട്. അവ മണ്ണിൽ ഇതിൽ കൂടി അലിയും, വെള്ളത്തിൽ അലിഞ്ഞിട്ട് അത് മണ്ണിൽ കൂടി ഊർന്ന് താഴെ ഇറങ്ങി മണ്ണിൻ്റെ ഏറ്റവും അടിയിലെ ഒരു ലെയറിൽ പോയി അങ്ങ് സെഡിമെൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് നമുക്ക് ലഭിക്കില്ല. അൺഅവൈലബിൾ സോൾട്ട് ആയിട്ട് അതങ്ങ് പ്രസിപിറ്റേറ്റ് ചെയ്യും, മണ്ണിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ അത് സർഫസിൽ കിട്ടുന്നില്ല. ആ ഒരു പ്രോസസ്സാണ് ലീച്ചിങ്. ആ ലീച്ചിങ് നടക്കുന്നതിനോടൊപ്പം തന്നെ കാറ്റബോളിസം എന്നൊരു മറ്റൊരു പ്രോസസ്സും നടക്കുന്നുണ്ട്. ഇവിടെ പേര് കാറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലേ. മെറ്റാബോളിക് റിയാക്ഷൻസിൽ വരുന്നതാണ് കാറ്റബോളിസം ആൻഡ് അനാബോളിസം. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ ആരാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ഇവർ ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഇല്ല അല്ലേ, ഫിസിക്കലി ചെറുതായി നമ്മളിപ്പോൾ ചവയ്ക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്. നമ്മുടെ മൗത്തിൽ നമ്മൾ പല്ലുകൊണ്ട് ചവയ്ക്കുമ്പോൾ അവിടെ ദഹനം നടക്കുന്നില്ല. അവിടെ വളരെ വലിയ പാർട്ടിക്കിൾസിനെ ചെറിയ പാർട്ടിക്കിൾ ആക്കുമ്പോൾ എൻസൈമിനെ ആക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ദഹനം നടക്കണമെങ്കിൽ എൻസൈം വേണം. ഇവിടെയും അങ്ങനെയാണ്. ഡെട്രിറ്റീവ് ഓർ ഒരു ഫിസിക്കലി കടിച്ച് ചവയ്ക്കുന്ന ആ ഒരു ഇഫക്റ്റാണ് കൊടുക്കുന്നത്. ചെറുതാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് കാറ്റബോളിസം കൊണ്ട് ഡെട്രിറ്റസ് ബ്രേക്ക് ഡൗൺ ചെയ്ത ആ ഒരു ലിറ്റർ എന്ന് പറയും. ഇപ്പം നമുക്കതിനെ ലിറ്റർ എന്ന് പറയും. ഇപ്പം ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ രൂപമൊക്കെ മാറി കുറച്ച് ചെറിയ ലീഫിൻ്റെ പീസസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അതിലെ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ട് മാറ്റുകയാണ് ആര്? നമ്മുടെ എൻസൈംസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിലാണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അവസാനം എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ന്യൂട്രിയൻസും ആയിട്ടൊക്കെ നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 സ്റ്റെപ്പ്. ഇത് നമ്മൾ ഒന്നിച്ച് കൺസിഡർ ചെയ്യാനുള്ള കാരണം ഇവ മൂന്നും സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിച്ച് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ കണ്ടു ഡീകമ്പോസിഷനിലെ ആദ്യത്തെ 3 സ്റ്റെപ്പായ ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ് ആൻഡ് കാറ്റബോളിസം എവിടെയാണ് നടക്കുന്നത്? ആ മണ്ണിൽ വീണ് കിടന്ന ആ ഡെട്രിറ്റസിലാണ് സംഭവിച്ചത്. ഇനി അതിൽ മണ്ണിൽ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളുണ്ട്, ലിറ്റർ എന്ന് നമ്മൾ പറയും. അതിൽ നടക്കുന്ന ഡീകമ്പോസിഷൻ, സോയിലിൽ നടക്കുന്ന ഡീകമ്പോസിഷൻ്റെ 2 പാർട്സ് ആണ് അടുത്ത 2 സ്റ്റെപ്സ്, ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും. അപ്പോൾ ഈ ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു ഡാർക്ക് കളർ സബ്സ്റ്റൻസ്, ഇപ്പം ലീഫൊക്കെയാണ് വീണ് കിടന്നതെങ്കിൽ ഇനി അത് ലീഫ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത് ചെറിയ പാർട്ടിക്കിളായിട്ട് അത് മണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഹ്യൂമസ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ സോയിൽ പ്രൊഫൈൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ചിലരൊക്കെ മണ്ണെടുത്ത് നമ്മൾ സോയിൽ പ്രൊഫൈൽ വെള്ളം ഇട്ട് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും മേളിൽ വരുന്ന ലെയറാണ് എന്ത്? ഹ്യൂമസ്. അപ്പോൾ ഈ ഹ്യൂമസ് വളരെ ഡാർക്ക് കളറായിട്ടുള്ള ഒരു ലെയറാണ്. നമുക്കറിയാം ഹ്യൂമസ് കൂടിയ മണ്ണിന് എന്താണ്? ഫലഭൂയിഷ്ഠത കൂടുതലാണ് അല്ലേ. അങ്ങനെയുള്ള മണ്ണാണ് ചെടികളൊക്കെ വളർത്താൻ നമുക്ക് അത്യുത്തമമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഹ്യൂമസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഈ ഹ്യൂമസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അതൊരു ഡാർക്ക് കളറായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഒപ്പം തന്നെ അത് അമോർഫസ് ആണ്. അമോർഫസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അമോർഫസ്. കാരണം അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ അമോർഫസ് ആണ്. ഒപ്പം തന്നെ ഇത് ഹൈലി റെസിസ്റ്റൻറ്റ് ടു മൈക്രോബിയൽ ആക്ഷൻ. കാരണം ഇനീഷ്യൽ ആക്ഷനൊക്കെ കഴിഞ്ഞു, ഇനിയുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ വളരെ റെസിസ്റ്റൻ്റ് ആണ് മൈക്രോബിയൽ ആക്ഷന്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? സ്ലോ ഡീകമ്പോസിഷൻ. ഇനിയുള്ള ഡീകമ്പോസിഷൻ പ്രോസസ്സ് വളരെ സാവധാനത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹ്യൂമസ് വീണ്ടും മണ്ണിൽ അലിഞ്ഞു ചേരാൻ കൂടുതൽ സമയം എടുക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒപ്പം തന്നെ ഇത് കൊളോയിഡലാണ് നേച്ചർ. നിങ്ങൾ കൊളോയിഡൊക്കെ പഠിച്ചിട്ടുണ്ട്. കൊളോയിഡിൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു റിച്ച് ന്യൂട്രിയൻ റിസർവോയർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹ്യൂമസ് ഉള്ള മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ഠമെന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മിനറലൈസേഷൻ. നമ്മുടെ മൈക്രോബിയൽ ആക്ഷൻ ഇത് വളരെ റെസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു. എങ്കിലും മൈക്രോബ്സിന് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. വളരെ സ്ലോ ആണെങ്കിലും സാരമില്ല, ക്ഷമയോടെ അവരതിനെ വിഘടിച്ച് അവസാനം എല്ലാ ഇനോർഗാനിക് ന്യൂട്രിയൻസും മണ്ണിൽ അലിഞ്ഞു ചേരും. അതോടെ ആ ഒരു ഇല വീണതാകട്ടെ, അല്ലെങ്കിൽ ഒരു പൂ വീണതാകട്ടെ, ഒരു വാടിയ പൂ വീണതാകട്ടെ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ എവിടെ ചേർന്നു? മണ്ണിലെ ഇനോർഗാനിക് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എൻറ്റയർ പ്രോസസ്സാണ് നമ്മുടെ ഡീകമ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻവയറമെന്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. അതുകൊണ്ട് തന്നെ പലതരം ഘടകങ്ങളും അതിനെ സ്വാധീനിക്കാം. ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് 2 ഘടകങ്ങളാണ്. ഒന്ന്
എന്തുകൊണ്ടാണ് ഈ ഡെട്രിറ്റസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് 2 നമ്മുടെ കാലാവസ്ഥയിലെ കണ്ടീഷൻസ്. അപ്പോൾ ആദ്യത്തേത് എന്താണ്? കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ കോമ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡെട്രിറ്റസിൽ എന്താണുള്ളത്. നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ഡെഡ് സെൽസ് ആയ സൈലം അല്ലെങ്കിൽ സ്ക്ലീറൻ കൈമ അല്ലെങ്കിൽ ബാർക്ക് ഓഫ് ദ ട്രീയിലൊക്കെ ഈ ഡെപ്പോസിഷൻ ഉണ്ട് അല്ലെ, തിക്ക് സെൽ വോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അത് മെയിൻലി ലിഗ്നിൻ കൊണ്ടായിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെഡ് മെറ്റീരിയൽ ആണ് കൂടുതലെങ്കിൽ ഡീകമ്പോസിഷന് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ആനിമൽസ്, അതായത് ഫംഗസിന്റെ സെൽ വോള്, അതല്ലെങ്കിൽ എക്സോസ്കെലറ്റൺ ഓഫ് ആനിമൽസ്, ഇൻസെക്ട്സിന്റെ ഒക്കെ പുറത്തുള്ള ആ കവറിങ്, പാറ്റയുടെയോ ഒക്കെ കവറിങ് ആണ് നമുക്കറിയാം. അതൊരു പ്ലാസ്റ്റിക് പോലൊരു സാധനമാണ് അല്ലെ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന പോളിസാക്കറൈഡ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സമയവും കൂടുതലായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ കൈറ്റിനും ലിഗ്നിനും ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ എന്തായിരിക്കും? സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നൈട്രജനും വാട്ടർ സോല്യൂബിളും ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഉള്ളതെങ്കിലോ പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വെറുതെ ചിന്തിച്ച് നോക്കാം. നിങ്ങളൊരു കഷ്ണം ഓറഞ്ചിൻ്റെ പീല അല്ലെങ്കിൽ ഒരു അല്ലി ഓറഞ്ച്, ഒരു കഷ്ണം വുഡും ഒരേ സ്ഥലത്ത് ഇടുകയാണെങ്കിൽ വിത്തിൻ 1 or 2 വീക്സ് നിങ്ങൾ ആ ഓറഞ്ച് കാണാതാകും. പക്ഷേ ആ വുഡ് കുറച്ചുകൂടി സമയം എടുത്ത് ഡീകമ്പോസ് ചെയ്യുള്ളൂ. വുഡിൽ കൂടുതലും ഡെഡ് സെൽസ് ആണുള്ളത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് അത് കൂടുതൽ സമയം എടുക്കുന്നത്. ഡെട്രിറ്റസിന്റെ കോമ്പണൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഘടകമാണ് ക്ലൈമറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യമായിട്ട് ഈ ഡീകമ്പോസേഴ്സിന് വേണ്ടത് ഓക്സിജൻ ആണ്. കാരണം ഇവിടെ നടക്കുന്ന ഡീകമ്പോസിഷൻ ചെയ്യുന്ന ഡീകമ്പോസേഴ്സ്, അതായത് ബാക്ടീരിയ ആവട്ടെ ഫംഗൈ ആവട്ടെ, അത് രണ്ടും എയ്റോബിക് ആണ്. അപ്പോൾ അവർക്ക് ഓക്സിജൻ ഉള്ള ഒരു എൻവയൺമെന്റ് ആണ് അത്യാവശ്യം. അതുകൂടാതെ ടെമ്പറേച്ചറും സോയിൽ മോയ്സ്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഘടകങ്ങളാണ്. എപ്പോഴും നമുക്കറിയാം ഫംഗസിന് പ്രിഫർ ചെയ്യുന്ന ഏത് ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ്? ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം, ഒപ്പം ഈർപ്പവും വേണം അല്ലേ. അപ്പോൾ വാം ആൻഡ് മോയിസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡീകമ്പോസിഷൻ റേറ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇപ്പം നമുക്കറിയാം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒക്കെ നോക്കിയാൽ അവിടെ ഭയങ്കര ടെമ്പറേച്ചർ ഹൈ ആണ് അല്ലെ, ഭയങ്കര വാമാണ്. അറ്റ് ദ സെയിം ടൈം ഹ്യൂമിഡിറ്റിയും വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം അവിടെ മഴ പെയ്തിരിക്കും. കാരണം ആ ഹ്യൂമിഡിറ്റി കണ്ടൻസേഷൻ കൂടിയിട്ടങ്ങ് മഴയാണ്, എല്ലാ ദിവസവും മഴയാണ്. അപ്പോൾ ഈർപ്പവും ഉണ്ട്. അങ്ങനെയുള്ളിടത്തൊക്കെ ഡീകമ്പോസിഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഇനി എപ്പോഴാണ് ഡീകമ്പോസിഷൻ കുറവ്? ഒന്ന് ലോ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. ഒപ്പം അനീറോബയോസിസ്, അതായത് ടെമ്പറേച്ചർ ഇല്ലാത്ത ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ. ഈ 2 കണ്ടീഷനിൽ ഡീകമ്പോസിഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ റേറ്റ്? Hope you understood all the concepts well. If so, like, share and subscribe to my channel Biology My Passion. Thank you for watching.